സമാരംഭം കുറിക്കുന്നതിന്റെ മുമ്പ് പ്രാഥമികമായി ഇവിടെ ഉണ്ടാകേണ്ട ചർച്ചകളെക്കുറിച്ചും ചിന്തകളെക്കുറിച്ചും ഇവിടെ പരാമർശിക്കപ്പെടുകയുണ്ടായി. ഇതിനൊക്കെ അപ്പുറം നമ്മുടെ രാജ്യത്ത് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് തികച്ചും രാഷ്ട്രീയ താൽപര്യത്തോടുകൂടിയുള്ള ചില ചർച്ചകളും ചിന്തകളുമാണ്. ആ രാഷ്ട്രീയമായ താൽപര്യമാണ് ഇതിന്റെ പിന്നിൽ നിലനിൽക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള അടിയന്തിരമായിട്ടുള്ള ചില നീക്കങ്ങളും ശക്തമായ മുന്നേറ്റങ്ങളും കൂടി ഈ വിഷയത്തിനനുബന്ധമായി നടക്കുമ്പോഴാണ് ഈ പ്രതിസന്ധിയെ പരിഹരിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിൽ നമുക്ക് നമ്മുടേതായ പങ്കുവഹിക്കാൻ സാധിക്കൂ എന്ന പ്രാഥമിക സത്യം നാം തിരിച്ചറിയണം എന്നാണ് എനിക്ക് വിനീതമായി അഭിപ്രായപ്പെടാനുള്ളത്. ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ട് ബി.ജെ.പി. കാലങ്ങളായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നൊരു വാദഗതിയാണ്. 1980കളിൽ ബി.ജെ.പിക്ക് പാർലമെന്റിൽ 2 സീറ്റുണ്ടായ കാലത്ത് തന്നെ കാലങ്ങളായി അവരുടെ പ്രകടന പത്രികയിൽ ഉന്നയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട അവരുടെ 3 വിഷയങ്ങൾ. ഒന്ന്, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ബാബറി മസ്ജിദ് പൊളിച്ച് അവിടെ രാമക്ഷേത്രം നിർമ്മിക്കും. രണ്ടാമത്, നമ്മുടെ ഭരണഘടനയിൽ കശ്മീരിന് ഒരു സ്വയംഭരണാവകാശ പദവിയുണ്ട്, 307 വകുപ്പ്. ഈ വകുപ്പ് എടുത്തു കളയും ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ. മൂന്നാമതായി, ഇന്ത്യയിൽ എല്ലാ പൗരന്മാർക്കും ബാധകമാകുന്ന രീതിയിലുള്ള ഒരു ഏകീകൃത സിവിൽ കോഡ് ഞങ്ങൾ ഇവിടെ നിലവിൽ കൊണ്ടുവരും. ഈ 3 കാര്യങ്ങളും വളരെ ഭംഗിയായി ഇവരുടെ വാദഗതി അനുസരിച്ചുകൊണ്ട് നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു അധികാര പദവിയിലാണ് ഇന്ന് ബി.ജെ.പി. എത്തിയിരിക്കുന്നത്. പക്ഷേ എന്നാൽ ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് എത്തുമ്പോൾ എല്ലാ അർത്ഥത്തിലും അപ്രായോഗികമായ ഒരു സംഗതിയാണ് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏക സിവിൽ കോഡ് എന്ന് പറയുന്നത്. ഇവിടെ കബീർ സാഹിബ് സൂചിപ്പിച്ചതുപോലെ ഏക സിവിൽ കോഡ് എന്ന് പറയുമ്പോഴേക്ക് അത് മുസ്ലിങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ചർച്ചയായിട്ടാണ് ഒരു ഭാഗത്ത് മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് വേണ്ടി ചാനലുകളിൽ രംഗത്ത് വരുന്ന ആളുകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ബി.ജെ.പിയും പലപ്പോഴും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് അത്തരം ചില വാദഗതിയിലൂടെയാണ്. അറിഞ്ഞോ അറിയാതെയോ ഏക സിവിൽ കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മുസ്ലിം പ്രശ്നമാണെന്ന ധാരണയിൽ നമ്മളും നമ്മുടെ സമുദായത്തിന്റെ ഭാഗത്തു നിന്നും അതുമായി ബന്ധപ്പെട്ടൊരു ചെറുത്തുനിൽപ്പ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയിലെ സാമൂഹ്യ പരിതസ്ഥിതി പരിശോധിക്കുമ്പോൾ ഈ രാജ്യത്തെ 8-9 പ്രബല മതവിഭാഗങ്ങളുണ്ട്. ആ മതവിഭാഗങ്ങളെക്കാൾ സങ്കീർണമാണ് ഇന്ത്യ രാജ്യത്തുള്ള 6400-ലധികം വരുന്ന ജാതി വിഭാഗങ്ങൾ. 6400-ലധികം വരുന്ന ജാതി വിഭാഗങ്ങളിൽ ഒരു ജാതിയും മുസ്ലിങ്ങളിൽപ്പെട്ടതല്ല, മുസ്ലിം സമുദായത്തിൽപ്പെട്ട ജാതിയല്ല, മറ്റു ജനവിഭാഗങ്ങളിൽപ്പെട്ടതാണ്. 6400-ലധികം വരുന്ന ജാതി വിഭാഗങ്ങൾ ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്നുണ്ടെങ്കിൽ ഗോത്രവിഭാഗങ്ങൾ, ജാതി വിഭാഗങ്ങൾ, ഉപജാതികൾ അവർക്ക് വിവാഹമാണെങ്കിലും വിവാഹമോചനമാണെങ്കിലും അവരുടെ സ്വത്ത് വീതം വെക്കുന്ന കാര്യത്തിലാണെങ്കിലും അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വ്യതിരിക്തമായ നിയമങ്ങളാണ് രാജ്യത്തുള്ളത്. ഈ ജാതി വിഭാഗങ്ങൾ ഒരുമിച്ച് കൂട്ടാൻ സാധിക്കുമോ? കാരണം അത് പാരമ്പര്യമായി ചില പ്രാദേശികമായി ഗോത്രങ്ങളിലൂടെ, സംസ്കാരങ്ങളിലൂടെ, ചുറ്റുപാടുകളിലൂടെ പ്രാദേശികമായിട്ടൊക്കെ നിലനിൽക്കുന്ന ചില ആചാരങ്ങളും ശീലങ്ങളും വിശ്വാസങ്ങളുമാണ്. ഇത് ഏകോപിപ്പിക്കുക എന്ന് പറയുന്നത് ഇന്ത്യയെ പോലെയുള്ള ഒരു ബഹുസ്വര സമൂഹത്തിൽ ഒട്ടും പ്രായോഗികമല്ല എന്ന് ഈ ഏക സിവിൽ കോഡ് വാദം ഉന്നയിക്കുന്ന ബി.ജെ.പിക്ക് പോലും അറിയാം. പക്ഷെ ബി.ജെ.പി. ഇവിടെ ഇപ്പോൾ കാണുന്ന താല്പര്യം അടുത്ത വർഷം യു.പിയിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഹിന്ദുക്കൾക്കിടയിലും മുസ്ലിങ്ങൾക്കിടയിലും വ്യക്തമായ രാഷ്ട്രീയ ധ്രുവീകരണമുണ്ടാക്കി അവർക്കിടയിൽ
ആ ചേരികളാക്കി വർഗീയമായ ചില താല്പര്യങ്ങൾ വളർത്തിക്കൊണ്ടുവന്നുകൊണ്ട് രാഷ്ട്രീയമായ മുതലെടുപ്പ് നടത്തുക എന്ന ആത്യന്തികമായ താല്പര്യമാണ് നിലനിൽക്കുന്നത്. ഈ ഒരു ഉദ്ദേശം വെച്ചുകൊണ്ട് പലപ്പോഴും മുസ്ലിങ്ങളെ പ്രകോപിപ്പിക്കുന്ന ഭാഷയിലും ശൈലിയിലുമാണ് സാക്ഷാൽ നരേന്ദ്രമോദി പോലും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി UP തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രചാരണ പൊതുയോഗങ്ങളിലെല്ലാം അദ്ദേഹം പ്രസംഗിച്ച വിഷയം ഇന്ത്യയിലെ മുസ്ലിം സ്ത്രീകൾക്കിടയിൽ മുത്തലാഖ് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയിലെ മുസ്ലിം സ്ത്രീകൾ വലിയ കഷ്ടപ്പാടിലാണ്, വലിയ പ്രയാസമാണ്, വളരെ പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ട് കഴിയുകയാണ്. ഇന്ത്യയിൽ വ്യാപകമായി മുസ്ലിം സമുദായത്തിൽ മുസ്ലിം സ്ത്രീകളെ മുത്തലാഖ് ചൊല്ലിക്കൊണ്ട് അരക്ഷിതാവസ്ഥയിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനൊരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഏക സിവിൽ കോഡ് വാദം ഉന്നയിക്കുന്നതിനാവശ്യമായ ഒരു പശ്ചാത്തലം ഒരുക്കാൻ വേണ്ടി വളരെ വ്യക്തമായി ഇത്തരത്തിലുള്ള ചില കുപ്രചാരണങ്ങൾ അടിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇന്ത്യയിലെ മുസ്ലിം സ്ത്രീകൾ വളരെ അരക്ഷിതരാണ്. ഇന്ത്യയിലെ മുസ്ലിം സ്ത്രീകളെ സംരക്ഷിക്കാനും വേണ്ടി, അവർക്ക് സ്വാതന്ത്ര്യം ലഭ്യമാകാൻ വേണ്ടി, അവർക്ക് നീതി ലഭ്യമാകാൻ വേണ്ടി ഈ രാജ്യത്ത് നിലവിലുള്ള മുസ്ലിം വ്യക്തി നിയമമെല്ലാം വലിച്ചെറിഞ്ഞുകൊണ്ട് ഒരു ഏകീകൃത സിവിൽ നിയമം കൊണ്ടുവരണം. അവിടെയാണ് മുസ്ലിം സ്ത്രീക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ എന്നാണ്. ഈ പറയുന്ന പ്രധാനമന്ത്രി വ്യക്തിപരമായും രാഷ്ട്രീയമായും അദ്ദേഹത്തിന്റെ ചരിത്രപരമായിട്ടൊന്നും സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കാൻ ഒരർത്ഥത്തിലും 1% പോലും അർഹതയുള്ള ആളല്ല. സ്ത്രീകൾക്ക് വേണ്ടി, സ്ത്രീകളുടെ കണ്ണീര് പറയാൻ വേണ്ടി എഴുന്നേറ്റ് നിൽക്കാൻ ഒട്ടും അർഹതയില്ലാത്ത ഒരു പ്രധാനമന്ത്രി ഇന്ത്യ രാജ്യത്തുണ്ടായിട്ടുണ്ടെങ്കിൽ അത് നരേന്ദ്രമോദിയാണ്. അതിന്റെ ചരിത്രം എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ, നരേന്ദ്രമോദിയുടെ ചെറുപ്പകാലത്ത്, നല്ല യൗവനകാലത്ത് നരേന്ദ്രമോദിയുടെ മാതാപിതാക്കൾ അദ്ദേഹത്തെ വിവാഹം കഴിപ്പിച്ചു. നരേന്ദ്രമോദിയെ വിവാഹം കഴിപ്പിച്ചു. വിവാഹം കഴിപ്പിച്ചെങ്കിലും നരേന്ദ്രമോദി തന്റെ ഭാര്യയെ സംരക്ഷിക്കാനോ പരിചരിക്കാനോ വേണ്ട സൗകര്യങ്ങൾ ചെയ്യാനോ കൂട്ടാക്കാതെ നരേന്ദ്രമോദി ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ RSSന്റെ വോളണ്ടിയറായി, അതിന്റെ ഓർഗനൈസറായിട്ട് പ്രവർത്തിച്ചു. പതിറ്റാണ്ടുകളോളം സ്വന്തം ഭാര്യയുമായി യാതൊരു ബന്ധവുമില്ലാതെ ആണ് നരേന്ദ്രമോദി ജീവിച്ചത്. അങ്ങനെയാണ് വർഷങ്ങൾക്ക് ശേഷം നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റപ്പോൾ സ്വാഭാവികമായും ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞ ഒരാളെ പരിചയപ്പെടുത്തുമ്പോൾ ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് ആ പ്രധാനമന്ത്രിയുടെ പ്രൊഫൈൽ എന്താണെന്ന് ലോകത്തെ അറിയിക്കണം. അദ്ദേഹത്തിന്റെ മാതാവിന്റെ ആളാണ്, പിതാവിന്റെ ആളാണ്, അദ്ദേഹത്തിന്റെ ജനനസ്ഥലം ഇതാണ്, അദ്ദേഹം പഠിച്ചത് ഇവിടെയാണ്, അദ്ദേഹം ജോലിയെടുത്തത്, അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം, അങ്ങനെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം, അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ, അദ്ദേഹത്തിന്റെ ഭാര്യ, സന്താനങ്ങൾ, കുടുംബങ്ങൾ, താമസം, അങ്ങനെ കാര്യങ്ങളൊക്കെ സ്വാഭാവികമായും ആ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ അദ്ദേഹത്തെ പരിചയപ്പെടുത്താനും വേണ്ടി മാധ്യമങ്ങൾ അന്വേഷിച്ച് അത് വലിയ സ്റ്റോറികളായിട്ട് പ്രസിദ്ധീകരിക്കും. ഇങ്ങനെ നരേന്ദ്രമോദിയുടെ ഈ കുടുംബപരമായ പശ്ചാത്തലവും വ്യക്തിപരമായ അദ്ദേഹത്തിന്റെ ബയോഡാറ്റ ഉൾപ്പെടെ ശേഖരിക്കുന്ന തിരക്കിനിടയിലാണ് മാധ്യമപ്രവർത്തകരാണ് കണ്ടുപിടിച്ചത് യശോദ എന്ന് പറയുന്ന പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നരേന്ദ്രമോദി വിവാഹം കഴിച്ച തന്റെ ഭാര്യയെപ്പോലും സംരക്ഷിക്കാൻ കഴിയാത്ത ആളാണ് ഇദ്ദേഹമെന്ന് മാധ്യമപ്രവർത്തകരാണ് കണ്ടുപിടിച്ചത്. ഞാൻ വ്യക്തിപരമായി ആക്ഷേപിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. മുസ്ലിം സ്ത്രീകൾ കഷ്ടപ്പെടുന്നു, പ്രയാസപ്പെടുന്നു, പീഡനം അനുഭവിക്കുന്നു, ഇസ്ലാമിക ശരീഅത്തനുസരിച്ച് അല്ലെങ്കിൽ മുസ്ലിം വ്യക്തി നിയമം അനുസരിച്ചുകൊണ്ട് ജീവിച്ചതുകൊണ്ടാണ് മുസ്ലിം സ്ത്രീക്ക് കഷ്ടപ്പാട് എന്നൊക്കെ പറയുന്ന അതേ പ്രധാനമന്ത്രിക്ക് പോലും സ്വന്തം ഭാര്യയെ സംരക്ഷിക്കാനോ വേണ്ട പോലെ സുരക്ഷിതമായിട്ട് ജീവിക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനോ സാധിച്ചിട്ടില്ല എന്ന പ്രാഥമികമായ സത്യം നമ്മൾ തിരിച്ചറിയണം. രണ്ടാമത്തെ കാര്യം, നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലാണ് 2002 അദ്ദേഹം ഗുജറാത്തിൽ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് വ്യാപകമായ ഒരു കലാപത്തിന് നേതൃത്വം കൊടുത്തത്. ആ കലാപത്തിൽ ആയിരക്കണക്കിന് മുസ്ലിങ്ങളെയാണ് ചുട്ടുവന്നത്. ആ കലാപങ്ങളിൽ ആയിരക്കണക്കിന് മുസ്ലിം സ്ത്രീകളെ മാനഭംഗപ്പെടുത്തി ബലാത്സംഗം ചെയ്തു. നൂറുകണക്കിന് സ്ത്രീകൾ വിധവകളാക്കപ്പെട്ടു. മാതാപിതാക്കൾ നഷ്ടപ്പെട്ട മുസ്ലിം സ്ത്രീകളുണ്ടായി. ആയിരക്കണക്കിന് മുസ്ലിം സ്ത്രീകളെ പീഡിപ്പിച്ച, കൊല ചെയ്യപ്പെട്ട, മാനഭംഗപ്പെടുത്ത, ബലാത്സംഗം ചെയ്യപ്പെട്ട വലിയൊരു കലാപത്തിന് നേർക്കുന്നൊരു നേതൃത്വം കൊടുത്തയാളാണ് നരേന്ദ്രമോദി. ഇനി ഇതൊക്കെ
ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള ആ വൈകാരികതയ്ക്ക് വേണ്ടി പറയുകയാണ് എന്നൊക്കെ വേണമെങ്കിൽ തിരിച്ചാക്ഷേപിക്കാം. സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ, സ്ത്രീകളുടെ കണ്ണീരൊപ്പാനാണെങ്കിൽ ഒരു കാര്യം കൂടി നമുക്ക് അനുബന്ധമായി പറയാൻ സാധിക്കും. ഇന്ത്യയുടെ ഭരണഘടനയുടെ മാർഗനിർദ്ദേശക തത്വങ്ങളിലാണ് 44-ാം വകുപ്പിലാണ് ഇന്ത്യ ഏക സിവിൽ കോഡ് സ്വീകരിക്കാൻ സ്വയം പര്യാപ്തമാകുന്ന ഒരു കാലത്ത് അതിനുവേണ്ടി സ്റ്റേറ്റ് പരിശ്രമിക്കണം എന്ന ഒരു മാർഗനിർദ്ദേശമുള്ളത്. ആ മാർഗനിർദ്ദേശക തത്വത്തിൽ ഏക സിവിൽ കോഡ് വേണ്ടി പരാമർശിച്ചുകൊണ്ടിരിക്കുന്ന അതേ മാർഗനിർദ്ദേശക തത്വത്തിലാണ് ഇന്ത്യയിൽ സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പാക്കണം എന്നും പറയുന്നത്. ഇതേ ഭരണഘടനയിലാണ്, ഇതേ മാർഗനിർദ്ദേശക തത്വത്തിലാണ്. മുസ്ലിം വ്യക്തി നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യയിലെ മുസ്ലിം സ്ത്രീകളുടെ കഷ്ടപ്പാടും പ്രയാസങ്ങളും പ്രതിസന്ധികളും വിശദീകരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ തിരിച്ചറിയേണ്ടത്, ഈ മുസ്ലിം വ്യക്തി നിയമം ഉണ്ടായതുകൊണ്ടാണോ, വ്യാപകമായി മദ്യം വിപണനം ചെയ്യപ്പെട്ടതുകൊണ്ടാണോ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ കഷ്ടപ്പെടുന്നത്? ഇവിടെ ത്വലാഖ് മുസ്ലിം സമുദായത്തിൽ ത്വലാഖ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ മുത്തലാഖ് എന്ന് പറയുന്ന ഒരു പഴുത്, ഒരു എമർജൻസി എക്സിറ്റ് എന്ന് പറയാവുന്ന ഒരു ഘടകം മാത്രമാണ് ഇസ്ലാമിലെ ത്വലാഖ് എന്ന് പറയുന്നത്. അനിവാര്യമായ ഘട്ടത്തിൽ വിവാഹമോചനം ചെയ്യേണ്ട ഒരു ഘട്ടം വന്നാൽ അപ്പോൾ അതിന് മതം അനുമതി കൊടുക്കുന്ന ഒരു സംഗതി മാത്രമാണല്ലോ ത്വലാഖ്. ഈ ത്വലാഖുമായി ബന്ധപ്പെട്ട ഒരു സൗകര്യം ഇസ്ലാമിക ശരീഅത്തുള്ളത് കൊണ്ടാണോ, അതോ വ്യാപകമായി മദ്യം വിപണനം ചെയ്യപ്പെടുന്ന ഒരു ചുറ്റുപാട് നമ്മുടെ രാജ്യത്ത് നിലവിലുള്ളത് കൊണ്ടാണോ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ കഷ്ടപ്പെടുന്നത്? ഒരിക്കലും അത് മുസ്ലിം വ്യക്തി നിയമത്തെയോ, മുസ്ലിം വ്യക്തി നിയമത്തിൽ പറയുന്ന നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കഷ്ടപ്പെടുന്നത് എന്ന് പറയാൻ സാധിക്കില്ല. ഇതേ ഏക സിവിൽ കോഡിന് വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ മാർഗനിർദ്ദേശക തത്വത്തിൽ പറയുന്ന മദ്യവുമായി ബന്ധപ്പെട്ട പ്രശ്നം കൊണ്ടാണ് ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ സ്ത്രീകൾ കഷ്ടപ്പെടുന്നത്. എത്ര കുടുംബങ്ങൾ, എത്ര വിധവകൾ, എത്ര കുടുംബ കലഹങ്ങൾ, എത്ര സാമ്പത്തികമായ പ്രതിസന്ധികൾ, എത്ര കുടുംബങ്ങൾ ശിഥിലമാകുന്ന ആയിരക്കണക്കിന് സംഭവങ്ങൾ നമ്മുടെ രാജ്യത്ത് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. അപ്പൊ സ്ത്രീകളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടാണ് ഏക സിവിൽ കോഡും അല്ലെങ്കിൽ മുത്തലാഖുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടി ആദ്യം നടപ്പിലാക്കേണ്ടത് സത്യത്തിൽ മദ്യനിരോധനമാണ്. ഈ മദ്യനിരോധനം നടപ്പാക്കണമെന്ന് നമ്മളൊരു ആവശ്യം ഉന്നയിക്കുകയല്ല. ഏക സിവിൽ കോഡ് ഇന്ത്യ രാജ്യത്ത് കൊണ്ടുവരണമെന്ന് പറയപ്പെടുന്ന മാർഗനിർദ്ദേശക തത്വത്തിൽ തന്നെ പറയുന്നതാണ് ഈ പറയപ്പെട്ട മദ്യനിരോധനം. മാത്രമല്ല, ഇന്ത്യയിൽ വ്യക്തി നിയമം എന്ന് പറയുന്നത് മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, ഹിന്ദുക്കൾക്ക് വ്യക്തി നിയമമുണ്ട്, ക്രിസ്ത്യാനികൾക്ക് വ്യക്തി നിയമമുണ്ട്, പാർസികൾക്ക് വ്യക്തി നിയമമുണ്ട്, ഒരുപാട് വിഭാഗങ്ങൾക്ക് വ്യക്തി നിയമങ്ങളുണ്ട്. ഈ വ്യക്തി നിയമങ്ങൾ എന്ന് പറയുന്നത് അവർക്ക് ഇവിടുത്തെ മുഴുവൻ ക്രിമിനൽ നിയമങ്ങളും ബാധകമാണ്, സിവിൽ നിയമങ്ങളും ബാധകമാണ്. എന്നാൽ ഈ സിവിൽ നിയമങ്ങൾ ബാധകമാകുമ്പോൾ തന്നെ അവരുടെ മതനിയമം അനുസരിച്ചുകൊണ്ട് നിർവഹിക്കപ്പെടാൻ ഇന്ത്യ രാജ്യത്ത് ബ്രിട്ടീഷുകാരുടെ കാലത്തും സ്വാതന്ത്ര്യാനന്ദ കാലത്തും ഭരണഘടന വകവച്ചു നൽകുന്ന അവകാശങ്ങളെക്കുറിച്ചാണ് ഈ വ്യക്തി നിയമങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ സംരക്ഷണത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ആവശ്യം ഉന്നയിക്കുന്നതിന്റെ അടിസ്ഥാനപരമായ കാരണം ഇന്ത്യയുടെ ഭരണഘടനയുടെ 25ാമത്തെ ഖണ്ഡികയിൽ വളരെ വ്യക്തമായി പറയുന്നു, ഈ രാജ്യത്തെ ഏത് പൗരനും, ഏത് ഹിന്ദുവുമെന്നല്ല, ഏത് മുസ്ലിമുമെന്നല്ല, ഏത് ക്രിസ്ത്യാനിയുമെന്നല്ല, ഈ രാജ്യത്തെ ഏത് പൗരനും അവരിഷ്ടപ്പെടുന്ന മതം സ്വീകരിക്കാം, പ്രബോധനം ചെയ്യാം, ആചരിക്കാം, അനുഷ്ഠിക്കാം. അത് ഈ രാജ്യത്തെ ഓരോ പൗരന്റെയും മൗലികമായ അവകാശമാണ്. ആ മൗലികാവകാശം കോടതിയിൽ പോലും ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ല. അപ്പൊ ഞാൻ വിശ്വസിക്കുന്ന എന്റെ ദൈവം, എന്റെ സിട്ടാവ്, ഞാൻ അല്ലാഹു എന്ന് വിശ്വസിക്കുന്ന എന്റെ സിട്ടാവ് എനിക്ക് വേണ്ടി നൽകിയിട്ടുള്ള എന്റെ മതനിയമങ്ങൾക്ക് വിധേയമായിട്ടാണ് ഞാൻ ജീവിക്കേണ്ടത് ഇന്ത്യ രാജ്യത്ത് എന്ന് തീരുമാനിക്കാനുള്ള മൗലികമായ അവകാശം എനിക്കുണ്ട്. അത് മറ്റുള്ളവൻ വിശ്വസിച്ചുകൊള്ളണമെന്നില്ല. നമ്മുടെ ഹൈന്ദവ സഹോദരങ്ങൾ വെച്ചു പുലർത്തുന്ന ഒരുപാട് വിശ്വാസങ്ങളുണ്ട്. ആ വിശ്വാസങ്ങളുടെ ഭൗതികമായോ ശാസ്ത്രീയമായ അതിന്റെ അവസ്ഥകൾ പരിശോധിച്ച് നോക്കുമ്പോൾ അബദ്ധമാണ് എന്ന് ചില യുക്തിവാദികൾ ചൂണ്ടിക്കാണിക്കാറുണ്ട്.
യുക്തിവാദികൾ ചൂണ്ടിക്കാണിക്കുന്നു എന്ന കാരണത്താൽ അത് ഹൈന്ദവരുടെ വിശ്വാസം ആകാതിരിക്കുന്നില്ല. കാരണം അവർക്കത് വിശ്വാസപരമായ പ്രശ്നമാണ്. ആ വിശ്വാസം അതനുസരിച്ച് മുന്നോട്ട് പോകാൻ അവർക്ക് രാജ്യത്തിന്റെ ഭരണഘടന അവകാശം നൽകുന്നുണ്ട്. ഇതേപോലെ തന്നെയാണ് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം. അവർ വിശ്വസിക്കുന്നു ഈ രാജ്യത്തെ ഭരണഘടനയെ അവർ മാനിക്കുന്നു. ഈ രാജ്യത്തെ മുഴുവൻ പൗരന്മാർക്കും ഒരേ ക്രിമിനൽ നിയമമാണ്. ഇവിടെ ഒരു കൊലപാതകം നടന്നു. ആ കൊലപാതകം നടന്ന് പ്രതിയെ നാളെ കോടതിക്ക് മുമ്പിൽ ഹാജരാക്കി കഴിഞ്ഞാൽ അവന്റെ മതം നോക്കിയിട്ടല്ല ശിക്ഷ വിധിക്കുന്നത്. അവന്റെ മതം നോക്കിയിട്ടല്ല. കാരണം ക്രിമിനൽ നിയമം ഈ രാജ്യത്തെ മുഴുവൻ പൗരന്മാർക്കും ഒരേ നിയമമാണ്. വ്യക്തി നിയമങ്ങളുമായി ബന്ധപ്പെടാത്ത മുഴുവൻ സിവിൽ നിയമങ്ങളും. ഈ സ്ഥലം മറ്റൊരു സഹോദരൻ കയ്യേറി. നാളെ കേസെത്തി പോലീസ് സ്റ്റേഷനിൽ. കോടതിയിൽ അതിന്റെ വ്യവഹാരം നടക്കുമ്പോൾ ഈ കയ്യേറിയവൻ ഏത് മതക്കാരൻ എന്ന് നോക്കിയിട്ടല്ല, ആ സിവിൽ കേസ് അനുസരിച്ചുകൊണ്ട് മതം നോക്കിയിട്ടല്ല, ഈ സ്ഥലം ഭൂമിയൊക്കെ കയ്യേറ്റം എല്ലാ മതക്കാരനും തുല്യമായ സിവിൽ നിയമങ്ങളാണ്. അപ്പൊ രാജ്യത്തെ മുഴുവൻ ക്രിമിനൽ നിയമങ്ങളും രാജ്യത്തെ 97-98% വരുന്ന സിവിൽ നിയമങ്ങളും രാജ്യത്തെ മുഴുവൻ പൗരന്മാർക്കും ഒന്നാണ്. എന്നാൽ ഭരണഘടനയുടെ മൗലികാവകാശങ്ങളിൽ പറയുന്ന അവന്റെ മതസ്വാതന്ത്ര്യം അനുസരിച്ചുകൊണ്ട് അവന് മതനിയമമനുസരിച്ചുകൊണ്ട് നിർവഹിക്കാൻ വേണ്ടിയിട്ട് ഈ രാജ്യത്തിന്റെ ഭരണഘടന വകവെച്ച് നൽകുന്ന വ്യക്തി നിയമം അനുസരിച്ചുകൊണ്ട് ആ വ്യക്തി നിയമം സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഈ രാജ്യത്തിന്റെ ഭരണഘടന അവന് സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. ഈ വ്യക്തി നിയമം എടുത്തു കളഞ്ഞാൽ ഈ രാജ്യത്ത് എന്ത് ഏകീകൃത സ്വഭാവമാണ് വരാൻ പോകുന്നത്? ഈ വ്യക്തി നിയമം എടുത്തു കളഞ്ഞതുകൊണ്ട് രാജ്യത്ത് എന്ത് പുരോഗതിയാണ് സംഭവിക്കാൻ പോകുന്നത്? എന്ത് ദേശീയോദ്ഗ്രഥനമാണ് ഇന്ത്യ രാജ്യത്തുണ്ടാകാൻ പോകുന്നത്? ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല, ഈ രാജ്യത്തിന്റെ ബഹുസ്വരതയാണ്, ഇന്ത്യയുടെ ബഹുസ്വരതയാണ്. ഇവിടെ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും മതമുള്ളവരും മതമില്ലാത്തവരുമൊക്കെ അവനവന്റെ വിശ്വാസാചാരാനുഷ്ഠാന പ്രകാരം ജീവിക്കാനുള്ള ഈ ബഹുസ്വര സമൂഹത്തിലെ ഈ വൈവിധ്യത്തിനാണ്, അവിടെയാണ് ഇന്ത്യയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അതിൽപ്പെട്ട ഓരോരുത്തർക്കും അവന് ശരിയാണെന്ന് തോന്നുന്ന വിശ്വാസമനുസരിച്ച് ജീവിക്കാൻ ഈ രാജ്യത്തിന്റെ ഭരണഘടന അവകാശം നൽകുന്നുണ്ട്. ഞാൻ ഉദാഹരണം പറയാം. വർഷങ്ങൾക്ക് മുമ്പാണ് സിഖ് സമുദായത്തിൽപ്പെട്ട ഒരു സഹോദരൻ കോടതിയിൽ ഹർജി കൊടുത്തു. ആ സഹോദരൻ പറഞ്ഞത്, എന്റെ മതാചാരം അനുസരിച്ച് എനിക്ക് തലപ്പാവ് ധരിക്കണം. നമ്മുടെ സാധാരണ ഉസ്താദുമാർ ധരിക്കുന്ന തലപ്പാവ് പോലെയല്ല സിഖ് സമുദായക്കാരൻ ധരിക്കുന്ന തലപ്പാവ്. അത്യാവശ്യം നല്ല നീളമുള്ള തുണി കൊണ്ടാണ് ആ തലപ്പാവ് ധരിക്കുക. അത്യാവശ്യം വലിയ തലയെക്കെട്ടായിരിക്കും. ആ സിഖ് സമുദായത്തിൽപ്പെട്ട സഹോദരൻ കോടതിയിൽ ആവശ്യപ്പെട്ടു, എനിക്ക് എന്റെ മതാചാരം അനുസരിച്ച്, എന്റെ വിശ്വാസം അനുസരിച്ച് എനിക്ക് തലപ്പാവ് ധരിക്കൽ ആവശ്യമാണ്. പക്ഷേ ഇവിടെ ബൈക്കിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് അവിടെ ജീവൻ രക്ഷയുമായി ബന്ധപ്പെട്ടൊരു നിയമമാണ് ഹെൽമറ്റ് ധരിക്കണം. ഹെൽമറ്റ് ധരിക്കണം എന്നത് ജീവൻ രക്ഷയുമായി ബന്ധപ്പെട്ട നിയമമാണ്. തലപ്പാവ് ധരിക്കണമെങ്കിലും മതവിശ്വാസം നിലനിർത്തണമെങ്കിലും തലപ്പാവ് ധരിക്കാൻ അവകാശം വേണമെന്ന് പറയണമെങ്കിലൊക്കെ ഈ ഉടലിൽ തല വേണം. ഈ തല നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് ബൈക്കിൽ യാത്ര ചെയ്യുന്നവൻ ഹെൽമറ്റ് ധരിക്കണം എന്ന ജീവൻ രക്ഷാ നിയമം ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ സിഖ് സമുദായത്തിൽപ്പെട്ട ഈ പ്രതിനിധി കോടതിയിൽ ആവശ്യപ്പെട്ടു, ജീവൻ രക്ഷ നിയമവുമായി ബന്ധപ്പെട്ട ഹെൽമറ്റ് ധരിക്കാൻ എനിക്ക് കഴിയില്ല. കാരണം എനിക്ക് എന്റെ മതവിശ്വാസവുമായി ബന്ധപ്പെട്ട തലപ്പാവ് ധരിക്കണം. ഈ തലപ്പാവിന് മുകളിൽ പിന്നെ ഒരു ഹെൽമറ്റ് ധരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രായോഗികമല്ല. ഹെൽമറ്റ് ധരിക്കുന്ന സമയത്ത് മാത്രം തലപ്പാവ് അടിച്ചു വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ മതവിശ്വാസത്തിനെതിരുവാണ്. അതുകൊണ്ട് ജീവൻ രക്ഷാ നിയമമാണെങ്കിൽ പോലും ഹെൽമറ്റ് എന്ന് പറയുന്ന ആ നിയമം എനിക്ക് ഒഴിവാക്കി തരണം, എന്റെ സമുദായത്തിന് ഒഴിവാക്കി തരണമെന്ന് പറഞ്ഞു. സാമാന്യ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ കോടതി എന്ത് പറയും? നിന്റെ ഈ തലപ്പാവും നിന്റെ മതവിശ്വാസവും നിന്റെ ഈ മതപരമായ ആചാരമൊക്കെ നിലനിൽക്കണമെങ്കിൽ നിന്റെ ശരീരത്തിൽ തലയും ജീവൻ ഉണ്ടാവണമല്ലോ. അതിനു വേണ്ടിയിട്ടാണ് ഹെൽമറ്റ് ധരിക്കാൻ പറയുന്നത്. നിന്റെ ജീവൻ രക്ഷയുമായി ബന്ധപ്പെട്ട നിയമമാണ്. അതുകൊണ്ട് ബൈക്കിൽ യാത്ര ചെയ്യുന്ന സമയത്ത് തൽക്കാലം ആ ഹെൽമറ്റ് തന്നെ ധരിക്കണം എന്നല്ലേ ഒരു സാമാന്യ യുക്തി കൊണ്ട് കോടതി പറയേണ്ടത്? തിരിച്ചാണ് കോടതി വിധി ഉണ്ടായത്. ഇന്ത്യ രാജ്യത്തെ കോടതി
സിഖ് സമുദായത്തിൽപ്പെട്ട ആ സമുദായങ്ങൾക്ക് അനുമതി കൊടുത്തു. നിങ്ങൾ ആ മതവിശ്വാസം അനുസരിച്ച് നിങ്ങൾ അങ്ങനെ തലപ്പാവ് ധരിച്ചുകൊണ്ട് തലപ്പാവിന് വേണ്ടിയിട്ട് ഹെൽമറ്റ് മാറ്റിവെക്കുകയാണെങ്കിൽ അത് ഹെൽമറ്റ് നിരോധനവുമായി ബന്ധപ്പെട്ട നിയമം, ഹെൽമറ്റ് ധരിച്ചില്ല എന്നതിന്റെ പേരിൽ ഉണ്ടാകാവുന്ന ശിക്ഷാ നിയമങ്ങളിൽ നിങ്ങളുടെ സമുദായം ഒഴിവാണ്. ഇന്നും സിഖ് സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് ഹെൽമറ്റ് ധരിക്കൽ നിർബന്ധമില്ല. ആ നിയമത്തിന്റെ ആനുകൂല്യം എത്രത്തോളം ആ സമുദായത്തിൽ ലഭ്യമായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സിഖ് സമുദായത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് ഈ തലപ്പാവ് ധരിക്കേണ്ടതില്ല. സിഖ് സമുദായത്തിലെ സ്ത്രീകൾ പുരുഷന്മാരെ പോലെ അങ്ങനെ തലപ്പാവ് ധരിക്കാറില്ലല്ലോ. പക്ഷേ തങ്ങളുടെ സമുദായത്തിന് ലഭ്യമായ ഒരു ആനുകൂല്യം എന്നർത്ഥത്തിൽ ഈ തലപ്പാവ് ധരിക്കാത്ത സിഖ് സമുദായത്തിലെ സ്ത്രീകൾക്ക് പോലും ഹെൽമറ്റ് ധരിക്കാതെ ബൈക്ക് ഓടിക്കാം. ഞാൻ പറഞ്ഞു വന്ന കാര്യം, മതവിശ്വാസത്തിന്, മതസ്വാതന്ത്ര്യത്തിന് അത്രയും വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഭരണഘടനയാണ് ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന. ഇതേപോലെ സമാനമായ ഒരു സംഭവമാണ് 2-3 വർഷം മുമ്പ് നമ്മുടെ കേരളത്തിലുണ്ടായി. നമ്മുടെ ക്രൈസ്തവ സഹോദരങ്ങൾക്കിടയിൽ യഹോവ സാക്ഷികൾ എന്ന് പറയുന്നൊരു വിഭാഗം, ആ വിഭാഗത്തിനൊരു വിശ്വാസം അനുസരിച്ചുകൊണ്ട് വർഷത്തിലൊരു പ്രത്യേക ചില ദിവസങ്ങളിൽ അവർക്ക് എഴുത്തും വായനയും പുസ്തകങ്ങളുമായിട്ടൊന്നും ബന്ധപ്പെടാൻ പാടില്ല. ഒരു പ്രത്യേക ശനിയാഴ്ച ദിവസം വളരെ യാദൃച്ഛികമായി കേരളത്തിൽ SSLC പരീക്ഷ നടക്കുന്ന സമയത്ത് ഈ പറയപ്പെട്ട ശനിയാഴ്ച വന്നു. ഒരു 3-4 വർഷം മുമ്പ് ആ SSLC പരീക്ഷ എഴുതുന്ന യഹോവ സാക്ഷി വിഭാഗത്തിൽപ്പെട്ട 3 വിദ്യാർത്ഥികൾ SSLC പരീക്ഷ എഴുതുന്നുണ്ട്. ആ വർഷം 3 വിദ്യാർത്ഥികൾ, ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ, അതും ഒരു പൊതുപരീക്ഷയായിട്ടുള്ള SSLC പരീക്ഷ, വളരെ പ്രാധാന്യപൂർവ്വം നമ്മുടെ സർക്കാരും രക്ഷിതാക്കളും വിദ്യാർത്ഥികളൊക്കെ കാണുന്ന SSLC പരീക്ഷ. ഒരു ദിവസത്തെ പരീക്ഷ, അത് ടൈം ടേബിൾ അനുസരിച്ചുകൊണ്ട് 3 വിദ്യാർത്ഥികൾക്ക് എഴുതാൻ അവരുടെ മതവിശ്വാസം തടസ്സമാണ്. 3 വിദ്യാർത്ഥികൾക്ക് മാത്രം. ആ 3 വിദ്യാർത്ഥിയുടെ രക്ഷിതാക്കൾ കോടതിയിൽ പോയി. കേരള ഹൈക്കോടതിയെ സമീപിച്ചിട്ട് പറഞ്ഞു, ഈ SSLC പരീക്ഷ നടക്കുന്ന ആ ശനിയാഴ്ച ദിവസം ഞങ്ങളുടെ ഈ മക്കൾക്ക് പകൽ സമയം പരീക്ഷ എഴുതാൻ കഴിയില്ല. ഞങ്ങളുടെ മതവിശ്വാസം അനുസരിച്ച്, ഞങ്ങൾ ആചാരമനുസരിച്ച് അന്ന് എഴുത്തും വായനയും പാടില്ല പകൽ സമയത്ത്. അതുകൊണ്ട് ഞങ്ങളെ 3 മക്കളെ അതിൽ നിന്ന് ഒഴിവാക്കി ഈ കുട്ടികൾക്ക് പ്രത്യേകം പരീക്ഷ എഴുതാനുള്ള സൗകര്യം ചെയ്തു തരണം. ഈ സൗകര്യം ആവശ്യപ്പെട്ടപ്പോ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാമാന്യ ബോധമുള്ള, സാമാന്യ രീതിയിൽ കോടതിയിൽ നിന്ന് ലഭിക്കേണ്ട ഒരു മറുപടി എന്താണ്? ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്ന SSLC പോലും ഒരു പൊതുപരീക്ഷാ സംവിധാനം, വളരെ കുറ്റമറ്റ രീതിയിൽ നടത്തേണ്ട ഒരു പരീക്ഷാ സംവിധാനം, നിങ്ങളൊരു 3 വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഈ സംവിധാനത്തെയൊക്കെ ഇനി അങ്ങനെ ഉടച്ചു വാർക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രായോഗിക പ്രശ്നങ്ങളുണ്ട്. ഒരു 2 മണിക്കൂർ സമയമല്ലേ, ആ 2 മണിക്കൂർ സമയം നിങ്ങളൊന്ന് വിട്ടുവീഴ്ച ചെയ്യണം എന്ന ഒരു സാമാന്യ നിർദ്ദേശമല്ലേ കോടതിയിൽ നിന്നുണ്ടാവുക സ്വാഭാവികമായിട്ടും. പക്ഷെ അതല്ല ഉണ്ടായത്. കേരള ഹൈക്കോടതി കേരള വിദ്യാഭ്യാസ വകുപ്പിനോട് നിർദ്ദേശിച്ചു, ഈ 3 കുട്ടികൾക്ക് പ്രത്യേകമായി അതേ ദിവസം രാത്രി ആ സ്കൂളിൽ വെച്ചുകൊണ്ട് SSLC പരീക്ഷ എഴുതാൻ ആവശ്യമായ സൗകര്യം ചെയ്തു കൊടുക്കണം. പിറ്റേ ദിവസം പത്രങ്ങളിലെല്ലാം 1-ാം പേജിൽ ഫോട്ടോയും വാർത്തയുമായി വന്നത് രാത്രി വെളിച്ചത്തിൽ ഈ 3 വിദ്യാർത്ഥിനികൾ SSLC പരീക്ഷ എഴുതുന്ന ഫോട്ടോ ആയിരുന്നു. ഇങ്ങനെ അവകാശം വകവെച്ചു കൊടുത്തതിനെ ചെറുതാക്കി കാണാനോ പരിഹാസ്യമായി ചിത്രീകരിക്കാനോ അല്ല ഞാൻ ഈ 2 സംഭവങ്ങൾ ഉദ്ധരിച്ചത്. അത്രയും ഉന്നതമാണ് നമ്മുടെ ഭരണഘടന. മതസ്വാതന്ത്ര്യത്തിന് അത്രയും വില കൽപ്പിക്കുന്ന ഒരു രീതിയാണ് നമ്മുടെ ഭരണഘടനക്കുള്ളത്. ആ ഭരണഘടന ഈ രാജ്യത്തെ എല്ലാ പൗരനും അവന്റെ വിശ്വാസാചാര അനുഷ്ഠാന പ്രകാരം ജീവിക്കാനും അത് ആചരിക്കാനും അനുഷ്ഠിക്കാനും പ്രബോധനം ചെയ്യാനുമുള്ള ഈ സൗകര്യങ്ങൾ ഇവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. ആ വിശ്വാസമനുസരിച്ച് ജീവിക്കാനാണ് ഹിന്ദുക്കൾക്ക് ഹിന്ദു വ്യക്തി നിയമം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ആ സമുദായത്തിൽ തന്നെ അതിന് ചില പരിഷ്കരണങ്ങൾ ആവശ്യമാണ് എന്ന് വന്നപ്പോ പരിഷ്കരണങ്ങൾക്ക് ആ സമുദായത്തിന്റെ അനുമതിയോടുകൂടി ചർച്ചകൾ നടന്നു, പരിഷ്കരണം ഉണ്ടായിട്ടുണ്ട്. ക്രിസ്ത്യൻ വ്യക്തി നിയമത്തിൽ പരിഷ്കരണം ഉണ്ടായിട്ടുണ്ട്. ഈ രാജ്യത്ത് ക്രിസ്ത്യൻ വ്യക്തി നിയമമുണ്ട്. മുസ്ലിം വ്യക്തി നിയമത്തെ സംബന്ധിച്ചിടത്തോളം BJP ഭരിച്ചുകൊണ്ടിരിക്കുന്ന
ഒരു സർക്കാരിന്റെ മുമ്പിൽ മുസ്ലിം വ്യക്തി നിയമം പരിഷ്കരണം എന്ന് പറയുന്നത് ഒട്ടും ഗുണകരമല്ലാത്ത അപകടകരമായ തീക്കളിയാണ് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഒരിക്കലും മുസ്ലിം വ്യക്തി നിയമവുമായി ബന്ധപ്പെട്ട് കൈകടത്താൻ മുസ്ലിം സമുദായം അനുവദിക്കില്ല എന്ന ആ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കാനുള്ള കാരണം. മാത്രമല്ല, ഇവിടെ വിവാഹം, വിവാഹമോചനം, ബഹുഭാര്യത്വം, സ്വത്തവകാശം, ഈ 4 വിഷയത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് വ്യാപകമായ ചർച്ചകൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. വ്യാപകമായ ചർച്ചകൾ, ചാനൽ ചർച്ചകൾ വന്നു കഴിഞ്ഞാൽ ഒരുപാട് മുസ്ലിം നാമധാരികളായ സ്ത്രീകളും പുരുഷന്മാരും ചർച്ചയിൽ പങ്കെടുക്കുന്നു. ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് പരിശോധിച്ചു കഴിഞ്ഞാൽ അടിസ്ഥാനപരമായി മതപരമായ വിശ്വാസമോ ആചാരാനുഷ്ഠാന ക്രമമനുസരിച്ച് ജീവിക്കുന്നവരൊന്നുമല്ല. കുറെ വാടക ചർച്ചാ തൊഴിലാളികളായി ചാനലുകൾ രംഗപ്രവേശനം ചെയ്യുന്ന ആളുകൾ. നേരത്തെ ഗബീർ സാഹിബ് സൂചിപ്പിച്ചതുപോലെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു സ്ത്രീ കോടതിയിൽ വന്ന് അവരുടെ ആവശ്യമുന്നയിച്ചാൽ, അവരവകാശമുന്നയിച്ചാൽ അത് പരിഹരിക്കണം എന്ന് പറയപ്പെടുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട സംഗതി, ഇസ്ലാമിക ശരീഅത്തിലെ നിയമങ്ങൾ എനിക്ക് ദോഷം വരുത്തി വെക്കുന്നു, എന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാണ്, എനിക്ക് സ്വാതന്ത്ര്യം നൽകുന്നില്ല എന്ന് മതബോധമുള്ള, മതവിശ്വാസമുള്ള ഒരു സ്ത്രീ പോലും ഇന്ത്യയിലെ ഒരു കോടതിക്ക് മുമ്പിലും ഇന്നുവരെ അത്തരമൊരു വാദം ഉന്നയിച്ചിട്ടില്ല. അങ്ങനെ വാദം ഉന്നയിച്ചിട്ടില്ല. മതബോധമുള്ള, മതവിശ്വാസമനുസരിച്ച് ഇസ്ലാമിക ശരീഅത്തനുസരിച്ച് കൊണ്ട് ജീവിക്കുന്ന ഒരു മുസ്ലിം സ്ത്രീ പോലും ഞാൻ അനുഭവിക്കുന്ന പീഡനത്തിന്റെ, ഞാൻ അനുഭവിക്കുന്ന പാരതന്ത്ര്യത്തിന്റെ, ഞാൻ അനുഭവിക്കുന്ന സുരക്ഷയുടെ, ഞാൻ അനുഭവിക്കുന്ന സ്വത്ത് ലഭ്യമായതിലെ അനീതിയുടെ അടിസ്ഥാനപരമായ കാരണം എന്റെ മതമാണ്, എന്റെ മതനിയമമാണ് എന്ന് മതബോധമുള്ള, മതവിശ്വാസമുള്ള ഒരു സ്ത്രീ പോലും വാദമുന്നയിച്ചിട്ടില്ല. ഈ വാദങ്ങളുമായിട്ട് ചാനലുകൾക്ക് മുമ്പിൽ വരുന്നവരും ചർച്ചകൾക്ക് മുമ്പിൽ വരുന്നവരും കോടതിയിൽ ഹർജിയുമായിട്ട് വരുന്നവരൊക്കെ അവരുടെ ജീവിത പശ്ചാത്തലം പരിശോധിച്ച് നോക്കിയാൽ അവർ മതവിശ്വാസമനുസരിച്ച് ജീവിക്കുന്നവരല്ല, മതനിയമം അനുസരിച്ച് ജീവിക്കുന്നവരല്ല, നിസ്കരിക്കുന്നവരല്ല, നോമ്പ് നോക്കുന്നവരല്ല. അടിസ്ഥാനപരമായി പ്രാഥമികമായി ഒരു മുസ്ലിമിനുണ്ടായിരിക്കേണ്ട ജീവിതചര്യകൾ നിലനിർത്തുന്ന ആളുകളൊന്നുമല്ല. അപ്പൊ ഏതെങ്കിലും മുസ്ലിം നാമധാരികൾ എന്തെങ്കിലും വാദങ്ങൾ ഉന്നയിക്കുന്നതിന്റെ പേരിൽ ഇതാ മുസ്ലിങ്ങൾ ഉന്നയിച്ച വാദം എന്ന രീതിയിൽ അതിനെ കണക്കാക്കേണ്ട യാതൊരു കാര്യവും മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളമില്ല. മാത്രമല്ല, ഇവിടെ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ വ്യക്തി നിയമങ്ങളുമായി ബന്ധപ്പെട്ട് തട്ടിച്ചു നോക്കുമ്പോൾ തന്നെ മുസ്ലിം വ്യക്തി നിയമം, ഹിന്ദു വ്യക്തി നിയമം, ക്രിസ്ത്യൻ വ്യക്തി നിയമം, മറ്റു വ്യക്തി നിയമങ്ങൾ, ഈ വ്യക്തി നിയമങ്ങൾ തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ പോലും മുസ്ലിം വ്യക്തി നിയമമാണ് ഉയർന്നു നിൽക്കുന്നത്. നമ്മൾ പക്ഷപാതപരമായ ചർച്ചയല്ല, നിഷ്പക്ഷമായി ആർക്കും പരിശോധിക്കാം. വിവാഹമോചനത്തിന് ക്രിസ്ത്യൻ വ്യക്തി നിയമത്തിൽ ഇതുവരെ അനുമതി ഉണ്ടായിരുന്നില്ല. വിവാഹമോചനത്തിന് ഏതാനും വർഷങ്ങൾക്ക് ശേഷം നടന്ന ഒരു 2-3 വർഷത്തിനിടയിൽ ക്രിസ്ത്യൻ വ്യക്തി നിയമത്തിലുണ്ടായ പരിഷ്കരണത്തിന് ശേഷമാണ് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന അനുസരിച്ച് ക്രിസ്ത്യൻ സമുദായത്തിൽ വിവാഹമോചനത്തിന് അനുമതി ഉണ്ടായിരുന്നത്. അപ്പൊ വിവാഹമോചനത്തിന് അനുമതിയില്ലാതിരുന്നൊരു സമുദായം വിവാഹമോചനത്തിനുള്ള പഴുതുണ്ടാവണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അവരുടെ വ്യക്തി നിയമത്തിൽ പരിഷ്കരണം വരുത്തിയ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. ഇവിടെ ബഹുഭാര്യത്വം, ഹിന്ദു വ്യക്തി നിയമം അനുസരിച്ചുകൊണ്ട് ബഹുഭാര്യത്വം ഇത്രയും കാലം ഉണ്ടായിരുന്നു. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഹിന്ദു വ്യക്തി നിയമത്തിലുണ്ടായിട്ടുള്ള പരിഷ്കരണത്തിന്റെ ഭാഗമായി ഹിന്ദു വ്യക്തി നിയമം അനുസരിച്ചുകൊണ്ട് ബഹുഭാര്യത്വം നിരോധിച്ചു. എന്നാൽ ഇന്നത്തെ ഏറ്റവും പുതിയ കണക്കുകൾ പരിശോധിച്ചാൽ ഹിന്ദു വ്യക്തി നിയമം അനുസരിച്ചുകൊണ്ട് ബഹുഭാര്യത്വം നിരോധിച്ചിരിക്കുന്നു. കോടതിക്ക് മുമ്പാകെ ബഹുഭാര്യത്വം ചെയ്തു എന്ന് കോടതിക്ക് മുമ്പാകെ ഒരു ഹൈന്ദവ സഹോദരനുമായി ബന്ധപ്പെട്ട് കോടതിയിൽ തെളിയിക്കപ്പെടാൻ സാധിച്ചാൽ ആ ബഹുഭാര്യത്വം സ്വീകരിച്ച പുരുഷന് 5 വർഷം കഠിന തടവ് ശിക്ഷ വിധിക്കാൻ ഈ വ്യക്തി നിയമം ശുപാർശ ചെയ്യുന്നുണ്ട്. അപ്പൊ ഹിന്ദു വ്യക്തി നിയമം അനുസരിച്ചുകൊണ്ട് ഇക്കാലം അത്രയും ബഹുഭാര്യത്വത്തിന് അനുമതി ഉണ്ടായിരുന്നു. ആ ബഹുഭാര്യത്വം അടുത്ത കാലത്തായി ഹിന്ദു വ്യക്തി നിയമത്തിലുണ്ടായ പരിഷ്കരണത്തിലൂടെ നിരോധിക്കപ്പെട്ടു. ഇന്ന് ഹിന്ദു വ്യക്തി നിയമം അനുസരിച്ചുകൊണ്ട് ബഹുഭാര്യത്വം നടന്നു കഴിഞ്ഞാൽ ആ സഹോദരന് 5 വർഷം കഠിന ശിക്ഷ ലഭ്യമാകാവുന്ന ഒരു കുറ്റകൃത്യമായി ഇന്ന് നമ്മുടെ രാജ്യത്ത് ഭരണഘടന പറയുന്നു. മുസ്ലിം വ്യക്തി നിയമം അനുസരിച്ചുകൊണ്ട് ബഹുഭാര്യത്വം അനുവദനീയമാണ്.
എന്നാൽ രാജ്യത്ത് 2011 ഏറ്റവും പുതിയ കണക്കനുസരിച്ച് 2011 ഏറ്റവും പുതിയ കണക്കനുസരിച്ച് ഇന്ത്യ രാജ്യത്തെ പൊതുവായി നടന്നുകൊണ്ടിരിക്കുന്ന ബഹുഭാര്യത്വം കേരളത്തിൽ കേരള ഗവൺമെന്റ് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് നമ്മുടെ നിയമസഭയിൽ ചില MLA-മാരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി നിയമസഭയിൽ കൊടുത്ത മറുപടിയുടെ കേരളത്തിലെ ജില്ലകൾ തിരിച്ച കണക്കനുസരിച്ച് ബഹുഭാര്യത്വം വ്യക്തി നിയമപ്രകാരം നിരോധിക്കപ്പെട്ട ഹൈന്ദവ സമൂഹത്തിലാണ് ഏറ്റവും കൂടുതൽ ബഹുഭാര്യത്വമുള്ളത്. നിയമം മൂലം ബഹുഭാര്യത്വത്തിന് അനുമതി നൽകുന്ന മുസ്ലിം സമുദായത്തിൽ ബഹുഭാര്യത്വം താരതമ്യേന കുറവാണ്. ഇത് സമസ്തയുണ്ടാക്കിയ കണക്കല്ല, മുസ്ലിം പേഴ്സണൽ ബോർഡിന്റെ കണക്കല്ല. ഇന്ത്യ ഗവൺമെന്റിൽ 2011 സെൻസസ് റിപ്പോർട്ട് പരിശോധിച്ചാൽ കാണാൻ സാധിക്കും ബഹുഭാര്യത്വം നിയമം മൂലം നിരോധിക്കപ്പെട്ട വ്യക്തി നിയമം അനുസരിച്ചുകൊണ്ട് നിരോധിക്കപ്പെട്ട ഹിന്ദു സമൂഹത്തിലാണ് ബഹുഭാര്യത്വം കൂടുതലുള്ളത്. വ്യക്തി നിയമം അനുസരിച്ചുകൊണ്ട് ബഹുഭാര്യത്വത്തിന് അനുമതി നൽകുന്ന മുസ്ലിം സമുദായത്തിൽ താരതമ്യേന ബഹുഭാര്യത്വം കുറവാണ്. അപ്പൊ ആരാണ് ഇതിനൊക്കെ ഉത്തരവാദി? ഇസ്ലാമിക ശരീഅത്താ? മുസ്ലിം സമുദായത്തിലെ നിയമങ്ങളാണോ ഇതിന് ഉത്തരവാദി? അപ്പൊ രാജ്യത്ത് വിവാഹമുള്ളിടത്തെല്ലാം വിവാഹമോചനം ഉണ്ടാകും എന്നൊരു സത്യം ആദ്യം തിരിച്ചറിയണം. അതിന്റെ അർത്ഥം വിവാഹം കഴിക്കുന്ന വിവാഹമോചനത്തിന് വേണ്ടിയാണ് എന്നല്ല. നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യും. ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ സാധാരണ യാത്രക്കാർക്ക് ഇറങ്ങാനും കയറാനും അവിടെ സാധാരണ വാതിലുണ്ടാവും. പക്ഷെ ചില സ്ഥലങ്ങളിൽ ഉണ്ടാകും അവിടെ ഒരു എമർജൻസി എക്സിറ്റ് കാണാം. ഗ്രിൽസ് ഒന്നുമില്ലാതെ പെട്ടെന്ന് പുറത്തേക്ക് ചാടാനുള്ള എമർജൻസി എക്സിറ്റ് ഉണ്ടാവും. ഫ്ലൈറ്റിൽ പോലും ഉണ്ടാവും പെട്ടെന്ന് പുറത്തേക്ക് പോകാനുള്ള സൗകര്യങ്ങൾ. ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാൻ വേണ്ടി തുടങ്ങുമ്പോൾ ആ ഫ്ലൈറ്റ് നീങ്ങി തുടങ്ങുന്നതിന് മുമ്പ് എയർ ഹോസ്റ്റസ് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു തരും. ഒരു അപകടം വന്നു കഴിഞ്ഞാൽ പാരച്ചൂട്ടിൽ ഇറങ്ങേണ്ട രീതി, പുറത്തേക്ക് ചാടേണ്ട രീതി. അതിന്റെ അർത്ഥം എന്താണ്? ഈ ഫ്ലൈറ്റ് യാത്ര അവസാനിക്കുന്നതിന് മുമ്പ് എന്തായാലും ഒരാൾ പുറത്തേക്ക് ചാടണമെന്നാണോ? അനിവാര്യമായൊരു ഘട്ടം വന്നാൽ ഈ യാത്ര അതിന്റെ സുഗമമായ പോക്കിന് തടസ്സം നിൽക്കുന്ന ഒരു ഘട്ടം ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെ ഒരു എക്സിറ്റ് ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുന്ന നിർദ്ദേശം മാത്രമാണ്. ഇസ്ലാമിലെ വിവാഹം നിരവധി നിയമങ്ങൾക്ക് മാനദണ്ഡങ്ങൾക്ക് വിധേയമാണ് വിവാഹം തന്നെ നടക്കുന്നത്. വിവാഹമോചനം അതിനേക്കാൾ നിബന്ധനകൾക്ക് ശേഷമാണ്. ഒരു വിവാഹം കഴിക്കാൻ ഒരാൾ തീരുമാനിച്ചു. ആ വിവാഹം കഴിക്കാനുള്ള മാനദണ്ഡമാണ് ഇസ്ലാമിക ശരീഅത്തനുസരിച്ച് ഒരു വിവാഹം കഴിക്കാനുള്ള മാനദണ്ഡം എന്താണ്? അവനിഷ്ടപ്പെട്ട പെണ്ണിനെ കല്യാണം കഴിക്കാന്നാണോ? അല്ല. അടിസ്ഥാനപരമായി ഒരാൾ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ആ പെൺകുട്ടിയുടെ സർവ്വ സുരക്ഷിതത്വവും സംരക്ഷണവും എല്ലാ കാര്യങ്ങളും ആ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട മുഴുവൻ ഉത്തരവാദിത്വങ്ങളും ഏറ്റെടുക്കാൻ എനിക്ക് കഴിയുമെന്ന പൂർണ്ണമായ ആത്മവിശ്വാസമുള്ളവൻ മാത്രമാണ്, അവന് മാത്രമാണ് ഇസ്ലാമിൽ വിവാഹം കഴിക്കാൻ പോലും അനുമതിയുള്ളത്. എന്നിട്ടല്ലേ തൊലാഖും മറ്റു കാര്യങ്ങളൊക്കെ. വിവാഹം കഴിക്കാൻ തന്നെയുള്ള അനുമതി ഇസ്ലാമിക ശരീഅത്തനുസരിച്ചുകൊണ്ട് ഞാൻ വിവാഹം കഴിച്ചാൽ ഞാൻ വിവാഹം കഴിക്കുന്ന എന്റെ ഭാര്യയെ സമ്പൂർണ്ണമായി സംരക്ഷിക്കാനും ആ സംരക്ഷണം സുപൂർണമായി ഏറ്റെടുക്കാൻ എനിക്ക് സാധിക്കുമെന്ന ആത്മവിശ്വാസമുണ്ടെങ്കിൽ മാത്രമാണ് എന്റെ മതം എനിക്ക് വിവാഹം കഴിക്കാൻ പോലും അനുമതി നൽകുന്നത്. അല്ല, എനിക്കതിന് സാധിച്ചുകൊള്ളണമെന്നില്ല, എനിക്കതിൽ ആത്മവിശ്വാസമില്ലെങ്കിലോ നോമ്പ് നോറ്റ് ജീവിച്ചോളാനാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. വിവാഹം കഴിക്കാനുള്ള നിബന്ധന പോലും അങ്ങനെയാണ്. അങ്ങനെ വിവാഹം കഴിച്ച് വളരെ നല്ല രീതിയിൽ സൗഹൃദത്തോടുകൂടി സ്നേഹത്തോടുകൂടി ഭാര്യ ഭർത്താക്കന്മാരുടെ ദാമ്പത്യ ജീവിതം മുന്നോട്ട് പോകുന്നു. അങ്ങനെ അവർ പരസ്പരം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ച് അങ്ങനെ ആ ജീവിതം മുന്നോട്ട് പോകുന്ന രീതിയാണ് പരിശുദ്ധമായ ഇസ്ലാം കൽപ്പിക്കുന്നത്. അത് ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെയും ഒക്കെ പരിഗണിക്കേണ്ട ഉൾക്കൊള്ളേണ്ട ആ പരസ്പര രീതിയെക്കുറിച്ചൊക്കെ ധാരാളം നിർദ്ദേശങ്ങൾ ഇസ്ലാമിക ശരീഅത്ത് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെയാണെങ്കിൽ പോലും ഒരു ഘട്ടത്തിൽ ഇത് രണ്ടും ഒരുമിച്ച് പോകുന്ന എല്ലാ സാധ്യതകളും അവസാനിക്കുന്നു എന്നൊരു ഘട്ടം വന്നാൽ അപ്പോഴും ത്വലാഖ് ചൊല്ലാൻ ഈ ഭർത്താവിന് അനുമതിയില്ല. ആ ഭർത്താവിന് ഉപദേശിക്കാൻ അവസരങ്ങളുണ്ട്, അവളുമായി കിടപ്പറ മാറിക്കിടക്കൊണ്ടുള്ള ഒരു ഷോക്ക് ട്രീറ്റ്മെന്റുള്ള സൗകര്യമുണ്ട്.
അപ്പോഴും ത്വലാഖ് ചൊല്ലാൻ അനുമതിയില്ല. ഒരു മാന്യമായ രീതിയിൽ പ്രഹരം എന്ന് പറയുമ്പോൾ തന്നെ അതൊരു പൊട്ടലില്ലാത്ത, അത് പറഞ്ഞു കഴിഞ്ഞാൽ ശിക്ഷിച്ചു എന്ന് തോന്നുകയും വേണം, എന്നാൽ അതിന്റെ പേരിൽ ഒരു പ്രത്യേകമായ പ്രയാസം ഉണ്ടാവരുത്. ആ രീതിയിൽ ഭർത്താവിന്റെ ഭാഗത്തുനിന്നുള്ള അത്തരത്തിലുള്ള ചില ഗുണദോഷിക്കാനുള്ള അവസരങ്ങൾ, ആ ശ്രമങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ടും ഭാര്യയും ഭർത്താവും ഒരുമിച്ച് പോകുന്നില്ല എന്നൊരു ഘട്ടമാണെങ്കിൽ ഇരു വിഭാഗത്തിന്റെയും കുടുംബത്തിലെ പൗരപ്രമുഖന്മാരുടെ മുമ്പിൽ വിവരമറിയിച്ചുകൊണ്ട് അവരുടെ പരസ്പര ചർച്ചകൾക്കും എങ്ങനെയെങ്കിലും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമോ എന്ന എല്ലാ ശ്രമങ്ങളും നടത്തിയിട്ടും ഇത് നല്ല നിലയിൽ മുന്നോട്ട് പോകുന്നില്ല എന്ന ഒരു ഘട്ടം വരുമ്പോൾ മാത്രമാണ് ത്വലാഖിനെ കുറിച്ച് പരിശുദ്ധമായ ഇസ്ലാം പറയുന്നത്. ആ ത്വലാഖിനെ കുറിച്ച് പറയുന്നിടത്ത് പോലും ഒരു പുരുഷൻ അവന്റെ ഭാര്യയെ ത്വലാഖ് ചൊല്ലുന്ന സമയത്ത് അള്ളാഹുവിന്റെ സിംഹാസനം കുലുങ്ങും എന്നാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹു ഇഷ്ടപ്പെടാതെ നൽകുന്ന ഒരനുമതിയാണ് ത്വലാഖ് പോലും. അപ്പൊ അത്രയും വിദൂരത്തുള്ള അനിവാര്യമായ ഘട്ടത്തിൽ തുറന്നു പോകാനുള്ള ഒരു എക്സിറ്റ് ഡോർ മാത്രമാണ് ഇസ്ലാമിലെ ത്വലാഖ് എന്ന് പറയുന്നത്. ഒരു ത്വലാഖിന്റെ കാര്യമാണ് ഈ പറഞ്ഞത്. 2, 3 ഒക്കെ ആണെങ്കിൽ അതിന്റെ ഗൗരവം വേറെയാണ്. ഒരു ത്വലാഖിന് പോലും ഇത്രയും ഘട്ടങ്ങളാണ്. എന്നാൽ ഇങ്ങനെ അനുമതി കൊടുക്കുന്ന ഒരു വിവാഹമോചന രീതിയാണോ പ്രധാനം? അല്ല, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് പോകാൻ കഴിയില്ല, ഒരു വക്കീലിനെ പോയിട്ട് കോടതി മുഖേന അവർ രണ്ടുപേരും വിവാഹമോചനം ചെയ്തു, ഇനി ഒരിക്കലും ഒരുമിച്ച് പോകാൻ കഴിയില്ല എന്ന രീതിയിലേക്ക് അങ്ങനെ വിവാഹമോചനം ചെയ്ത് കോടതി മുഖേന തീർന്നതിന് ശേഷം പിന്നെ 2 or 3 ആഴ്ച, 1 മാസമോ കഴിഞ്ഞതിന് ശേഷം അല്ല നമുക്ക് പഴയതുപോലെ തന്നെ ആവാം എന്ന് തീരുമാനിച്ചാലുണ്ടാകുന്ന എന്തെല്ലാം ഊരാക്കുടുക്കുകളും നിയമക്കുരുക്കളുമാണ്. സത്യത്തിൽ ഇവിടെ നമ്മുടെ കോടതി പോലും നിർദ്ദേശിക്കുന്ന വിവാഹമോചന രീതിയേക്കാൾ എത്രയോ മുൻപന്തിയിൽ നിൽക്കുന്ന പ്രായോഗികമായ മനഃശാസ്ത്രപരമായ ആ കുടുംബ ബന്ധതയിലേക്ക് വീണ്ടും തിരിച്ചു പോരാൻ കഴിയുന്ന ഒരു ത്വലാഖിന്റെ വിവാഹമോചന രീതിയാണ് പരിശുദ്ധ ഇസ്ലാം ഇവിടെ സമർപ്പിക്കുന്നത്. ബഹുഭാര്യത്വവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും അങ്ങനെയാണ്. ഒരു സ്ത്രീയെ ഏതർത്ഥത്തിൽ ഒരു ഭർത്താവ് സംരക്ഷിക്കപ്പെടണോ, മറ്റൊരു സ്ത്രീയെ 1, 2 എത്ര വിവാഹമാണെങ്കിൽ പോലും അതൊക്കെ ആ സമ്പൂർണമായ നീതിയും സുരക്ഷയും നൽകാൻ ഈ ഭർത്താവിന് സാധിക്കുമെന്ന പൂർണ്ണ ആത്മവിശ്വാസം ഉള്ളപ്പോൾ മാത്രം നൽകുന്ന അനുമതിയാണ്. ഇതൊക്കെ മതത്തിൽ അത്തരത്തിലുള്ള ചില നിയമങ്ങളുണ്ട് എന്ന് മാത്രം. എന്നാൽ ഈ നിയമങ്ങളൊന്നും ഇന്ന് നടപ്പിലില്ല, അതുകൊണ്ട് നിയമം മാറ്റിയാലോ? ഇതാണ് ചില ആളുകളുടെ വാദം. 3 കല്യാണം കഴിക്കുന്നു, 4 കല്യാണം കഴിക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ചു, നിങ്ങളുടെ പരിചയത്തിൽ എത്ര പേരുണ്ട് 4 വിവാഹം കഴിച്ചവർ, 3 വിവാഹം കഴിച്ചവർ? 2 വിവാഹം കഴിച്ചതിൽ തന്നെ അപൂർവങ്ങളിൽ അപൂർവമായിരിക്കും. അതിന് ചില കുടുംബ സാഹചര്യങ്ങളുണ്ടാവും, സാഹചര്യങ്ങൾ പലതും ഉണ്ടാകും. ഇതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അപ്പൊ 3, 4 ഒന്നും ഇല്ലല്ലോ, അതുകൊണ്ട് എന്നാ ആ നിയമം എടുത്തു കളഞ്ഞുകൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പോലും ഇസ്ലാമിക ശരീഅത്തിന്റെ നിയമത്തിൽ മാറ്റം വരുത്താൻ അനുമതി കിട്ടിയിട്ടില്ല. പിന്നെ നമ്മളെങ്ങനെ പറയും? നമ്മളെങ്ങനെ അതിനുവേണ്ടി വാദിക്കും? നമ്മളെങ്ങനെ അത് സമ്മതം കൊടുക്കാൻ നമ്മളാരാണ്? അപ്പൊ ലോകത്ത് അള്ളാഹുവിന്റെ നിയമം എന്ന നിലയിൽ അതിനെ വിശ്വസിക്കാനും ഉൾക്കൊള്ളാനും അംഗീകരിക്കാനും മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അതവന്റെ വിശ്വാസപരമായ ബാധ്യത എന്ന രീതിയിൽ സ്വാഭാവികമായും ആ നിയമങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോകുന്നു. ആ നിയമങ്ങൾ ഉപയോഗപ്പെടുത്താതിരിക്കാം. അതൊക്കെ സ്ഥലകാല സാഹചര്യങ്ങൾക്കനുസരിച്ച് ചരിത്രത്തിലുടനീളം പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. യുദ്ധങ്ങൾ കൊടുമ്പിരി കൊണ്ട കാലം, സ്ത്രീകളുടെ എണ്ണം കൂടുതലും പുരുഷന്മാരുടെ എണ്ണം കുറവുമായിരുന്ന കാലം, അന്ന് ബഹുഭാര്യത്വം അനിവാര്യമായിരുന്നു. ആവശ്യമല്ല, അനിവാര്യമായിരുന്നു. ചരിത്രത്തിൽ അങ്ങനെ ചില ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. യുദ്ധത്തിൽ ഒരുപാട് പുരുഷന്മാർ മരണപ്പെട്ട കാലം, പുരുഷന്മാർ ജനസംഖ്യാപരമായി കുറവും സ്ത്രീകൾ കൂടുതലുമുള്ള കാലം. അപ്പൊ ഒരുപക്ഷെ ഒരു പുരുഷന് 2, 3 ഭാര്യയെ വിവാഹം കഴിച്ച് അവരെ സംരക്ഷിക്കേണ്ടതായിട്ടുള്ള വലിയ ഉത്തരവാദിത്തങ്ങൾ വന്നിട്ടുണ്ട്, ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അപ്പൊ അത്തരത്തിലുള്ള ചരിത്രത്തിലെ വിവിധ ഘട്ടങ്ങളിൽ, എന്നാൽ ആവശ്യം എന്നതിനേക്കാൾ അപ്പുറം അനിവാര്യമായ ഘട്ടങ്ങൾ പോലും ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ സകല സാഹചര്യങ്ങൾക്കും വിവിധ ഘട്ടങ്ങൾക്കും പശ്ചാത്തലങ്ങൾക്കും എല്ലാം പ്രായോഗികമായിട്ടുള്ള ഒരു രീതിയെ ഏതെങ്കിലും ഒരു നാടിന്റെയോ ചുറ്റുപാടിന്റെയോ പ്രദേശത്തിന്റെയോ രാജ്യത്തിന്റെയോ ഒരു കാലഘട്ടത്തിന്റെയോ അടിസ്ഥാനത്തിൽ മാത്രം നോക്കിക്കൊണ്ട് ഇതിവിടെ പ്രായോഗികമല്ല എന്ന് പറയുന്നത് ആ നിയമത്തെക്കുറിച്ച് അടിസ്ഥാനപരമായി അതിന്റെ ഉദ്ദേശശുദ്ധിയെക്കുറിച്ച് പോലും തിരിച്ചറിവില്ലാത്തതുകൊണ്ടാണ്.
ഇതേപോലെ തന്നെയാണ് ഇന്ന് ഈ ഇസ്ലാമിക ശരീഅത്ത് അനുസരിച്ചുകൊണ്ട് അനന്തരാവകാശ സ്വത്ത് വീതം വെക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന വളരെ ബാലിശമായ ചില വാദങ്ങളും ചർച്ചകളും. ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുസ്ലിം സ്ത്രീക്ക് അനന്തരാവകാശ സ്വത്ത് വീതം വെക്കുന്ന സമയത്ത് നീതി ലഭ്യമാകുന്നില്ല, അവൾക്ക് നീതി ലഭ്യമാകുന്നില്ല, അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നു. ഇസ്ലാമിക ശരീഅത്ത് പറയുന്നത് സ്ത്രീക്ക് അനുവദിക്കപ്പെടുന്ന സ്വത്തിന്റെ ഇരട്ടി പുരുഷന് കൊടുക്കണം എന്നാണ്. സ്ത്രീക്കുള്ള വിഹിതത്തിന്റെ ഇരട്ടിയാണ് പുരുഷന് കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷന് കിട്ടുന്ന ആ സ്വത്തത്രയാണോ അതിന്റെ പകുതിയെ സ്ത്രീക്ക് കിട്ടുന്നുള്ളൂ. അത് ശരിയാണ്. ഇസ്ലാമിക ശരീഅത്ത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സ്വത്ത് വീതം വെക്കുന്നതിന്റെ രീതി എങ്ങനെയാണ്. പക്ഷെ ഇസ്ലാമിക സമൂഹത്തിൽ സ്ത്രീ എന്ന് പറഞ്ഞ ആ വിഭാഗത്തിന്റെ സംരക്ഷണ ഉത്തരവാദിത്വത്തിന്റെ അതിന്റെ വിശാലത തിരിച്ചറിയുമ്പോഴാണ് ഈ സ്ത്രീക്ക് ലഭ്യമായി കൊണ്ടിരിക്കുന്ന ഈ അനന്തരാവകാശ സ്വത്തിലൂടെ ഈ സ്ത്രീക്ക് ലഭ്യമാകുന്ന ലാഭത്തെക്കുറിച്ച് തിരിച്ചറിയാൻ സാധിക്കുക. ഇസ്ലാമിലെ സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ത്രീയെ വിവാഹം കഴിച്ച് യോജിച്ച ഒരു പുരുഷനെ ഏൽപ്പിച്ചു കൊടുക്കുന്നവരെ ആ സ്ത്രീയുടെ സംരക്ഷണ ഉത്തരവാദിത്വം പിതാവിനാണ്. ആ സ്ത്രീയുടെ സംരക്ഷണ ഉത്തരവാദിത്വം പിതാവിനാണ്. ആ സ്ത്രീ വിവാഹിതരായി ഒരു ഭർത്താവ് ഏൽപ്പിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ആ ഭർത്താവിന്റെ പൂർണ്ണ സംരക്ഷണം ഈ സ്ത്രീയുടെ അവകാശമാണ്. സ്ത്രീ വലിയ സ്വത്തുള്ളവളാണ്. അവൾക്ക് ഒരുപാട് സ്വത്തും സമ്പാദ്യമൊക്കെ ഉണ്ട്. സാമ്പത്തിക നില ആലോചിക്കുന്ന സമയത്ത് സ്ത്രീയേക്കാൾ അല്പം താഴെയാണ് ഭർത്താവിന്റെ സാമ്പത്തിക നിലവാരം എന്ന് വിചാരിച്ച് ഭർത്താവിനെ സാമ്പത്തികമായി സഹായിക്കാൻ ഈ ഭാര്യയ്ക്ക് ഒരു ബാധ്യതയും ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. ഫിത്ർ സക്കാത്ത് പോലും അതിപ്പോ സ്വന്തം ശരീരത്തിന് വേണ്ടി കൊടുക്കേണ്ട സക്കാത്താണ്. ഓരോരുത്തരും അവന്റെ ശരീരത്തിന് വേണ്ടി കൊടുക്കേണ്ട സക്കാത്താണ്. സ്ത്രീക്ക് സമ്പാദ്യമുണ്ടാവാം, പക്ഷേ ആ സ്ത്രീയുടെ ഫിത്ർ സക്കാത്ത് പോലും ഭർത്താവ് കൊടുക്കേണ്ടത്. ഭാര്യയുടെ ഫിത്ർ സക്കാത്ത് പോലും ഭർത്താവ് കൊടുക്കേണ്ടത്. ആ ഭാര്യയുടെ മുഴുവൻ ഉത്തരവാദിത്വങ്ങളും ഭക്ഷണം, താമസം, വസ്ത്രം, ചികിത്സ, ആ ഭാര്യയുടെ ജീവിതത്തിൽ എന്തെല്ലാം ചിലവുകൾ വരുന്നുണ്ടോ, എന്തെല്ലാം സംരക്ഷണ ഉത്തരവാദിത്വങ്ങളുണ്ടോ, ആ സംരക്ഷണ ഉത്തരവാദിത്വങ്ങൾ മുഴുവനും ഭർത്താവിന്റെ ബാധ്യതയാണ്, ഭർത്താവിന്റെ ചുമതലയാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ നാട്ടിലൊക്കെ ഈ IT മേഖലയിൽ ജോലി ചെയ്യുന്ന ധാരാളം ചെറുപ്പക്കാരുണ്ട്. IT മേഖലയിൽ ജോലി ചെയ്യുന്ന ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ആ ഒരു കരിയർ എന്ന് പറയുന്നത് വളരെ വളരെ വലിയ ശമ്പളം ലഭ്യമാകുന്ന ഒരു പുതിയ ഒരു സംവിധാനമാണ്. ഇപ്പൊ നല്ലൊരു IT വിദഗ്ധൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 4-5 ലക്ഷം രൂപ മാസം ശമ്പളം ഉണ്ടാവും. IT വിദഗ്ധന് 4-5 ലക്ഷം രൂപ മാസം ശമ്പളം ഉണ്ടാവും. ഒരു 20-22 വയസ്സ് പ്രായം ഉണ്ടാവുള്ളൂ ചെറുപ്പക്കാരൻ. പക്ഷെ അവൻ നല്ലൊരു കാലിബറുള്ള നല്ലൊരു IT വിദഗ്ധനായിട്ട് അവൻ തെരഞ്ഞെടുക്കപ്പെട്ടു കഴിഞ്ഞു. നല്ലൊരു IT കമ്പനിയിൽ IT വിദഗ്ധനായിട്ട് സേവനം ചെയ്യുമ്പോൾ 4-5 ലക്ഷം രൂപ മാസം ശമ്പളം വാങ്ങുന്ന നല്ലൊരു ഉയർന്ന നിലവാരത്തിൽ ജീവിക്കുന്ന ചെറുപ്പക്കാരന്, ഒരു IAS ഓഫീസർക്ക് പോലും അത്ര ശമ്പളം കിട്ടുന്നില്ല. എന്നാൽ ഈ IT വിദഗ്ധനെക്കാളും ഈ IAS ഓഫീസർമാരെക്കാളും ഈ രാജ്യത്തെ എല്ലാവരേക്കാളും മുന്നിൽ നിൽക്കുന്ന ആളാണ് ഈ രാജ്യത്തിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. ഇന്ത്യയുടെ പ്രസിഡന്റ് പ്രണബ് മുഖർജി. അദ്ദേഹത്തെ ഇന്ത്യയുടെ പ്രഥമ പൗരൻ എന്നാണ് പറയാറുള്ളത്. ഈ രാജ്യത്തെ ഒന്നാമനാണ് ഇന്ത്യയുടെ പ്രസിഡന്റ്. വ്യോമസേനയുടെ, കരസേനയുടെ, നാവികസേനയുടെ ഈ രാജ്യരക്ഷയുമായി ബന്ധപ്പെട്ട മുഴുവൻ ചുമതലയും ഇന്ത്യൻ പ്രസിഡന്റിന്റെ കയ്യിലാണ്. ഈ രാജ്യത്ത് നിയമനിർമ്മാണം നടത്തി പാർലമെന്റിൽ, ആ പാർലമെന്റിൽ നിയമനിർമ്മാണം നടത്തിയ അവസാനം ഈ പ്രസിഡന്റിന്റെ കയ്യൊപ്പോട് കൂടിയിട്ടാണ് അത് രാജ്യത്ത് നിയമമായി മാറുന്നത്. അത്രയും ഉയർന്ന സ്ഥാനമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാജ്യത്തെ കോടിക്കണക്കിന് ജനങ്ങൾക്ക് അനുഭവിക്കാവുന്ന എന്തെല്ലാം സുഖസൗകര്യങ്ങളുണ്ടോ അതിനേക്കാളെല്ലാം അപ്പുറം ഒരുപടി മുന്നിൽ നിൽക്കേണ്ടത് ഇന്ത്യയുടെ പ്രസിഡന്റാണ്, പ്രഥമ പൗരനാണ്. ഇന്ന് ഇത്രയും മുകളിൽ നിൽക്കുന്ന ഇന്ത്യയുടെ പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞ ഈ 4-5 ലക്ഷം രൂപ ശമ്പളം വാങ്ങുന്ന ഈ IT വിദഗ്ധന്റെ ഒരുപക്ഷെ 5-1 4 ശമ്പളം ഉണ്ടാവുള്ളൂ ഇന്ത്യൻ പ്രസിഡന്റിന്. വേണ്ടത് അങ്ങനെയല്ലല്ലോ. എല്ലാവരെക്കാളും ശമ്പളം വാങ്ങുന്ന ആളാണോ ഇന്ത്യൻ പ്രസിഡന്റ്? എല്ലാവരെക്കാളും സുഖസൗകര്യങ്ങൾ ആസ്വദിക്കുന്നവരാണോ ഇന്ത്യയുടെ പ്രസിഡന്റ്? കാരണം അദ്ദേഹം ഈ രാജ്യത്തിന്റെ പ്രഥമ പൗരനാണ്. എല്ലാവരെക്കാളും മുകളിൽ നിൽക്കുന്നയാളാണ്. 4-5 ലക്ഷം രൂപ ശമ്പളം വാങ്ങുന്ന
22 വയസ്സ് പ്രായമുള്ള നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരൻ ലഭ്യമാകുന്ന ശമ്പളത്തിന്റെ 4ലോ 5ലോ ഒരു വിഹിതം മാത്രമാണ്, ഒരു അംശം മാത്രമാണ് ഇന്ത്യൻ പ്രസിഡന്റിന്റെ ഒരു മാസത്തെ ശമ്പളം. പക്ഷേ ഇന്ത്യൻ പ്രസിഡന്റിന് ശമ്പളം കുറവാണെങ്കിലും ഇന്ത്യൻ പ്രസിഡന്റിന്റെ ഭക്ഷണം സർക്കാർ വഹിക്കണം, താമസം സർക്കാർ വഹിക്കണം, ചികിത്സ സർക്കാർ വഹിക്കണം, അദ്ദേഹത്തിന് വേണ്ട വസ്ത്രം സർക്കാർ വാങ്ങിച്ചു കൊടുക്കണം, അദ്ദേഹത്തിന് എവിടെ ടൂർ പോകണം സർക്കാർ ചെലവ് വഹിക്കണം. ആ മനുഷ്യന്റെ ജീവിതത്തിലുടനീളം എന്തെല്ലാം സാമ്പത്തിക ചെലവുകളുണ്ടോ, എന്തെല്ലാം സുരക്ഷാ ക്രമീകരണങ്ങളുണ്ടോ, എല്ലാം സർക്കാരിന്റെ ഉത്തരവാദിത്തത്തിലാണ്. എല്ലാം സർക്കാരിന്റെ ഉത്തരവാദിത്തത്തിലാണ്. എല്ലാം സർക്കാരിന്റെ ഉത്തരവാദിത്തത്തിലാകുമ്പോൾ പിന്നെ ഒരു 75,000 1 ലക്ഷം രൂപയോ അദ്ദേഹത്തിന് മാസം ശമ്പളം കിട്ടിയാൽ ഈ പണം എന്തിനാണ്? അദ്ദേഹത്തിന് പോക്കറ്റിലിടാൻ ഒരു പോക്കറ്റ് മണി മാത്രമാണ്. അദ്ദേഹത്തിന് ബോണസ് പോലെയാണ്, അദ്ദേഹത്തിന് ഒരു അധിക വരുമാനം പോലെയാണ്. കാരണം ആ പണം കൊണ്ട് പ്രത്യേകിച്ച് അദ്ദേഹത്തിന് ഉത്തരവാദിത്വമൊന്നുമില്ല. ഇസ്ലാമിക ശരീഅത്തിലെ സ്ത്രീ എന്ന് പറയുന്നത് ഇതിന് സമാനമായ രീതിയാണ്. ഇസ്ലാമിലെ ശരീഅത്ത് പറയുന്ന പഠിപ്പിക്കുന്ന ഒരു മുസ്ലിം സ്ത്രീ ഭാര്യ എന്ന് പറയുന്നത് ആ ഭാര്യയുടെ ഭക്ഷണം ഭർത്താവ് വഹിക്കണം, വസ്ത്രം ഭർത്താവ് വാങ്ങിച്ചു കൊടുക്കണം, ചികിത്സ ഭർത്താവിന്റെ ചുമതലയാണ്, പാർപ്പിടം ഭർത്താവിന്റെ ചുമതലയാണ്. ആ ഭാര്യയ്ക്ക് എവിടെയൊക്കെ പോകണം, എങ്ങോട്ടോ യാത്ര പോകണം, ഭർത്താവ് എത്തിച്ചു കൊടുക്കണം. എല്ലാ ഉത്തരവാദിത്വങ്ങളും ഭർത്താവിന്റെ ചുമതലയിലാണ്. അങ്ങനെ എല്ലാ ഉത്തരവാദിത്വങ്ങളും ലഭ്യമാകുന്ന ഭർത്താവിന്റെ സുരക്ഷയിൽ ജീവിക്കുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പിന്നെ പിതാവിന്റെ അനന്തരാവകാശ സ്വത്തായിട്ട് ഒരു പകുതി വിഹിതം കിട്ടിയാൽ ഈ സ്വത്ത് കൊണ്ട് ആ സ്ത്രീക്ക് എന്താ ഗുണം? ആ സ്ത്രീക്ക് അതൊരു ബോണസാണ്, അതൊരു പോക്കറ്റ് മണിയാണ്. ആ സ്വത്ത് കൊണ്ട് പ്രത്യേകിച്ച് ഇസ്ലാമിക ശരീഅത്തനുസരിച്ച് ജീവിക്കുന്ന ഒരു ദാമ്പത്യ ജീവിതത്തിൽ ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആ പിതാവിന്റെ സ്വത്തിന്റെ വിഹിതം എന്ന് പറയുന്നത് ആ സ്ത്രീക്ക് കിട്ടുന്ന ഒരു ഗിഫ്റ്റ് മാത്രമാണ്. ഒരു പ്രത്യേക ചെലവുകളോ കാര്യങ്ങളൊന്നുമില്ല. ഇവിടുത്തെ കണക്കെങ്ങനെ എനിക്കറിയില്ല. ഞങ്ങളുടെ മലബാർ ഭാഗത്തൊക്കെ ഈ ഹജ്ജിനും ഉംറക്കൊക്കെ പോകുന്ന ആളുകളുടെ എണ്ണം നോക്കിയാൽ സ്ത്രീകളായിരിക്കും കൂടുതൽ. ഹജ്ജിനും ഉംറക്കൊക്കെ പോകുന്ന ഗ്രൂപ്പുകൾ പരിശോധിച്ച് നോക്കുമ്പോൾ സ്ത്രീകളായിരിക്കും കൂടുതൽ. അപ്പൊ അതിലൊരു ഉമ്മയോട് ചോദിക്കുക, എന്താ നിങ്ങളുടെ ഭർത്താവ് ഹജ്ജിന് വരുന്നില്ലേ? അപ്പൊ ഉമ്മ പറയും, അദ്ദേഹത്തിന് എന്തോ ബിസിനസ്സും കടവും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ തീർന്നിട്ടേ വരുന്നുള്ളൂ. അപ്പൊ നിങ്ങൾക്കോ? എനിക്ക് എന്റെ വാപ്പാന്റെ ഒരു സ്വത്ത് വീതം വെച്ചൊരു വിഹിതം ഉണ്ടായിരുന്നു, ഞാൻ അതുകൊണ്ട് ഹജ്ജിന് പോവാണ്, ഞാൻ അതുകൊണ്ട് ഉംറക്ക് പോവാണ്. കാരണം ഈ സഹോദരിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടുന്ന ഈ സാമ്പത്തികമായ ഈ വിഹിതം, ഈ ഗിഫ്റ്റ് അവരുടെ ആഗ്രഹാഭിലാഷങ്ങൾക്കനുസരിച്ചുകൊണ്ട് ചെലവഴിക്കാവുന്നേ ഉള്ളൂ. ഭർത്താവ് പ്രയാസത്തിലാണ് എന്നതുകൊണ്ട് ഭാര്യ സഹായിക്കണം, അത് ഭാര്യയുടെ വ്യക്തിപരമായ ഒരു താല്പര്യം മാത്രമാണ്. ഇസ്ലാമിക ശരീഅത്ത് അത് പറയുന്നില്ല. ഇത്രയും സുരക്ഷിതമായ ഒരു സാമ്പത്തിക അവസ്ഥ നൽകുന്ന ഒരു രീതിയാണ് ഇസ്ലാമിക ശരീഅത്ത് അനന്തരാവകാശ സ്വത്ത് വീതം വെക്കുന്നതുമായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് സമാനമായ സ്ത്രീയുടെ സമ്പൂർണമായ സുരക്ഷിതത്വം നൽകുന്ന ഏത് മതനിയമമാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്? ഏത് മതനിയമമാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്? ഏത് വ്യക്തിനിയമമാണുള്ളത്? ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ മുസ്ലിം സമുദായത്തെ മോശമായി ചിത്രീകരിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന മുഴുവൻ കാര്യങ്ങൾ എന്ന് പറയുന്നത് വിവാഹം, വിവാഹമോചനം, ബഹുഭാര്യത്വം, അനന്തരാവകാശത്വ വീതം വെക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ 4 കാര്യങ്ങളും ഇസ്ലാമിക ശരീഅത്ത് അനുസരിച്ച് മുസ്ലിം വ്യക്തി നിയമത്തിന് വിധേയമായി ഇവിടെ മുസ്ലിങ്ങൾ നിർവഹിക്കുന്നതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു നിയമം എന്ന രീതിയിൽ ഇവിടെ മറ്റേതെങ്കിലും സമുദായത്തിന്റെ വ്യക്തി നിയമങ്ങളിൽ ചൂണ്ടിക്കാണിക്കാൻ ഇന്ന് വരെ ആർക്കും സാധിച്ചിട്ടില്ല. ഇനി ഏക സിവിൽ കോഡിന് വേണ്ടി പതിറ്റാണ്ടുകളായി മുറവിളി കൂട്ടുന്ന ആളുകൾ ഇതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന, ഞങ്ങൾ സ്വപ്നം കാണുന്ന ഏക സിവിൽ കോഡ് എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ ഒരു ഡ്രാഫ്റ്റ് പോലും, ഒരു കരട് രേഖ പോലും ഇന്നുവരെ രാജ്യത്ത് ചർച്ചയ്ക്ക് വേണ്ടി പോലും സമർപ്പിച്ചിട്ടില്ല. ചർച്ചയ്ക്ക് വേണ്ടി സമർപ്പിക്കുമ്പോഴാണ് ഇസ്ലാമിക ശരീഅത്തിനേക്കാൾ ഒരുപടി മുകളിൽ നിൽക്കുന്ന ഒരു വിവാഹത്തിന്റെ, വിവാഹമോചനത്തിന്റെ, ബഹുഭാര്യത്വത്തിന്റെ, അല്ലെങ്കിൽ തൊലാഖിന്റെ, അല്ലെങ്കിൽ സ്വത്ത് വീതം വെക്കുന്നതിന്റെ ഒരു പുതിയ ഒരു നിയമത്തെ, ഒരു പരിഷ്കൃത നിയമത്തെ, സ്ത്രീയെ സമ്പൂർണമായി സുരക്ഷിതമാക്കുന്ന ഒരു നിയമത്തെ ഇവിടെ അവതരിപ്പിക്കാൻ സാധിക്കേണ്ടതുണ്ട്. ഏക സിവിൽ കോഡിന് വേണ്ടി വാദിക്കുന്ന ആളുകൾ അതിനുവേണ്ടി മുറവിളി കൂട്ടാൻ തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകളായി. പക്ഷെ ഇന്നുവരെ ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കപ്പെടാൻ പോകുന്ന ഏക സിവിൽ കോഡിന്റെ ഡ്രാഫ്റ്റിൻ്റെതാണ്, ഞങ്ങൾ അതിന്റെ കരട് തയ്യാറാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഏക സിവിൽ കോഡിന്റെ ഒരു മോഡൽ കോപ്പി പോലും ചർച്ചയ്ക്ക് വേണ്ടി പോലും സമർപ്പിക്കാൻ ഇത്തരക്കാർക്ക് സാധിച്ചിട്ടില്ല. ഇതിലൂടെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത്, ഇവിടെ മുസ്ലിം സമുദായത്തിന് അവരുടെ ഐഡന്റിറ്റി നിലനിർത്തിക്കൊണ്ട് ജീവിക്കാൻ ആവശ്യമായ
അവരുടെ സാംസ്കാരികമായ ചിഹ്നങ്ങൾ നിലനിർത്തിക്കൊണ്ട് ജീവിക്കാൻ ആവശ്യമായ വ്യക്തി സ്വാതന്ത്ര്യത്തെ എടുത്തുകളഞ്ഞ് ഇവിടുത്തെ ദേശീയതയുടെ പേരിൽ ഇവിടെ പല സംസ്കാരങ്ങളെയും നിയമങ്ങളെയും അടിച്ചേൽപ്പിക്കാനുള്ള ഇവിടുത്തെ ഭരണകൂട ഭീകരതയുടെ ഭാഗമായി ഈ മുസ്ലിം വ്യക്തി നിയമങ്ങളെപ്പോലും ഇല്ലായ്മ ചെയ്തുകൊണ്ട് മുസ്ലിം സമുദായത്തെ അവരുടെ സാംസ്കാരികമായ അസ്തിത്വത്തെ ഇല്ലായ്മ ചെയ്യുക എന്ന ഹിന്ദുത്വ ഭീകരതയുടെ RSSന്റെ അജണ്ടയാണ് നരേന്ദ്രമോദിയുടെ ഈ ഏക സിവിൽ കോഡ് വാദത്തിലൂടെ ഇവിടെ നടത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരായ ശക്തമായ നീക്കം നടത്താനാണ് കേരളത്തിലെ എല്ലാ മുസ്ലിം സംഘടനകളാണെങ്കിലും ദലിത് വിഭാഗങ്ങളാണെങ്കിലും ക്രൈസ്തവ സമുദായത്തിൽ അവരുടെ വ്യക്തി നിയമങ്ങളൊക്കെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, ഹൈന്ദവ സമൂഹത്തിൽ അവരുടെ വ്യക്തി നിയമങ്ങൾ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, നേരത്തെ ഉദ്ഘാടന പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ ഒരിക്കലും നടപ്പാക്കാൻ കഴിയാത്ത മഹാഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സമൂഹത്തിലെ നായരെന്ന് വിളിക്കുന്ന, നമ്പൂതിരി എന്ന് വിളിക്കുന്ന, തീയരെന്ന് വിളിക്കുന്ന, ഈ ശൂദ്രൻ എന്ന് വിളിക്കുന്ന, താഴ്ന്ന ജാതിക്കാരെന്ന് വിളിക്കുന്ന, പട്ടികജാതിക്കാരെന്ന് വിളിക്കപ്പെടുന്ന ഒരേ സമൂഹത്തിന്റെ ഭാഗമായി കാണുകയും എന്നാൽ പരസ്പരം ആചാരങ്ങൾ കൊണ്ടോ അനുഷ്ഠാനങ്ങൾ കൊണ്ടോ പരസ്പരം അംഗീകരിക്കാൻ കഴിയാത്ത നൂറ്റാണ്ടുകളുടെ ഭാരമായി ഇങ്ങനെ വ്യതിരിക്തമായി വൈരുദ്ധ്യമായി നിലനിൽക്കുന്ന ഈ സമൂഹത്തിൽ ഏക സിവിൽ കോഡ് എന്ന് പറയുന്ന ഒരു അപ്രായോഗികമായ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിന്റെ മറവിൽ മുസ്ലിം സമുദായം ഭരണഘടനാപരമായി അനുഭവിച്ചു വരുന്ന ഈ അവകാശത്തെ ഇല്ലായ്മ ചെയ്യാനുള്ള നീക്കമാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന തിരിച്ചറിവാണ് നമുക്കുണ്ടാവേണ്ടത്. മുസ്ലിം സംഘടനകളെല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ട് ഇതിനെതിരായ ശക്തമായ പോരാട്ടങ്ങൾ നടത്തേണ്ട സന്ദർഭമാണിത്. മുസ്ലിം സംഘടനയോടൊപ്പം അതേപോലെ ഈ ഏക സിവിൽ കോഡിനെതിരായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഇവിടുത്തെ മറ്റു മതവിഭാഗങ്ങൾ, മറ്റു മതവിശ്വാസികൾ, മറ്റു ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ വിശ്വസിക്കുന്ന ആളുകളൊക്കെ ഒരുമിച്ച് നിർത്തിക്കൊണ്ടുള്ള ഒരു ശക്തമായ മുന്നേറ്റത്തിന് നമുക്ക് സാധിക്കണം. കേവല രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇത്തരത്തിലുള്ള വാദഗതികൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ മതവിശ്വാസികളെ ഷണ്ഡീകരിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ അസ്തിത്വത്തെയും വ്യക്തിത്വത്തെയും ചോദ്യം ചെയ്യാനുള്ള ശ്രമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. ഇത്തരത്തിലുള്ള ചർച്ചകളും ചിന്തകളും സെമിനാറുകളുമൊക്കെ അതിനുകൂടി പ്രചോദനമാകട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ദീർഘമായിട്ട് സംസാരിക്കുന്നില്ല. ഇത്തരത്തിലുള്ള ചർച്ച സംഘടിപ്പിക്കാൻ മുന്നോട്ട് വന്ന കളമശ്ശേരി മേഖല SKSFന്റെ എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് നമ്മുടെ ഈ സംരംഭത്തെ അള്ളാഹു ഒരു സൽക്കർമ്മമായി കബൂൽ ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകളിലൊക്കെ ഈ വിനീതനെ കൂടി ഉൾപ്പെടുത്തണമെന്ന്